ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയുടെ ഓഫീസാണ്. ഒരാൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അതാരാണെന്ന് അറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ഒരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുന്നു. സാർ, ഇന്ന് എത്ര മണിക്കാണ് മീറ്റിംഗ് വെക്കേണ്ടത്? സാറിൻ്റെ സൗകര്യം പറഞ്ഞാൽ എന്ന് സ്റ്റാഫ് പറയുമ്പോൾ സച്ചി പറയുകയാണ്, എനിക്കിന്ന് സൗകര്യമില്ല. സച്ചിയേട്ടാ, എന്താ ഈ പറയുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അത് പിന്നെ ഇന്ന് എനിക്ക് ടൈമില്ലെന്നാ പറഞ്ഞത്. തുടർന്ന് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി പറയുകയാണ്, ആ മൂടങ്ങ് പോയി. താൻ ഇനി എന്താണെങ്കിലും വാ, സ്റ്റാഫിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയുടെ കൈ നോക്കി ഭാവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സന്ദീപ്. തുടർന്ന് ആതിര പറയുകയാണ്, ഇനിയേ ഞാൻ താങ്കളുടെ മുഖം നോക്കി ലക്ഷണം പറയാം. ഇനിയും അധിക നേരം ഇവിടെ നിന്നാലേ തടി കേടാകും. അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. സന്ദീപ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യം ആലോചിക്കാനേ വയ്യെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, കൈ കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ എടുത്തവനെ കുത്തണം, അത്ര തന്നെ. എന്തു വന്നാലും തൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകും. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ തൻ്റെ ഭർത്താവാണ് ഞാൻ. അത്രയും പറഞ്ഞ് ആതിരയുടെ കയ്യിൽ ഉമ്മ കൊടുക്കുകയാണ് സച്ചി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് അനൂപ് വരുന്നു. അനൂപിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. തുടർന്ന് ആതിര സന്ദീപിനെ അവിടെ മറച്ചു നിർത്തുകയാണ്. അനൂപ് ആതിരയുടെ വെള്ളം ചോദിക്കുമ്പോൾ ആതിര അടുക്കളയിലേക്ക് പോകുന്നു. അങ്ങനെ സന്ദീപിനെ എങ്ങനെയൊക്കെയോ ആതിര അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയെ കണ്ട് അജയ് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവരുടെ വീട്ടിൽ ആളില്ലാത്തപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ നിന്നോട് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവളുടെ ഏട്ടന്റെ കയ്യിൽ നിന്ന് ചവിട്ടും വാങ്ങിക്കൊണ്ട് ഇപ്പോതാ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന അജയ് പറയുകയാണ്, അതിനെന്നെ ചവിട്ടിയത് അവളുടെ ഏട്ടനൊന്നുമല്ല, പിന്നെ ആരാ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അജയ് പറയുകയാണ്, അതെനിക്കറിയില്ല, അവന്റെ പേരൊന്നും എനിക്കറിയില്ല. അവനെന്തോ നട്ടലിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടെന്ന് അജയ് പറയുമ്പോൾ സന്ദീപിന്റെ ഫോട്ടോ കാണിച്ച് അവന്തിക ചോദിക്കുകയാണ്, ഇതാണോ കക്ഷി? അതെ, ഇവൻ തന്നെയാ. അല്ല, ഇവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവനുമായിട്ട് എനിക്ക് ഒരു ചെറിയ ബന്ധമുണ്ട്. എൻ്റെ ഭർത്താവിന്റെ അനിയനാ ഇവൻ. പേര് പറഞ്ഞാൽ നിനക്കും അറിയും, സന്ദീപ്. ഇത് കേൾക്കുന്ന അജയ് പറയുകയാണ്, മേഡം എന്നോട് ക്ഷമിക്കണം. എന്താണെങ്കിലും എൻ്റെ ശരീരം നോവിച്ച് അവനിട്ട് ഞാൻ രണ്ട് കൊടുക്കാതെ ഇരിക്കില്ല. അതൊക്കെ നീയും അവനും തമ്മിലുള്ള ഏർപ്പാടാണ്. പക്ഷേ നീ പകരം വീട്ടേണ്ടത് സന്ദീപിനോടല്ല, ആതിരയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാകണം. അവളുടെ കഴുത്തി താലി കെട്ടണം നീ. ദയാനന്ദൻ മാഷിനെ മക്കള് ഒന്ന് മതി, അനൂപ് മാത്രം. ബാക്കി രണ്ട് പെൺമക്കളുടെ ജീവനെ ഇങ്ങ് അവന്തിക എടുക്കും. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുകയാണ്. അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വരുന്നു. ഞാനൊന്ന് പുറത്തു പോവുകയാണെന്നും വന്നിട്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് അവന്തിക ഇറങ്ങാനൊരുങ്ങുമ്പോൾ സേതു ചോദിക്കുകയാണ്, എന്താ അവന്തികെ, നീയും സച്ചിയുമായിട്ടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലേ? അതിന് എനിക്കാരോടും പിണക്കമൊന്നുമില്ല അച്ഛാ. അവൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അല്ലാതെ എനിക്ക് അവനുമായിട്ട് ഒരു പ്രശ്നവുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, അത് പിന്നെ ഇന്നലെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയൊക്കെ തോന്നിയപ്പോൾ അറിയാതെ അങ്ങനെ പ്രതികരിച്ചു പോയതാ. ഏട്ടത്തി അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ ഞാനും തയ്യാറാണെന്ന് സച്ചി പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്താ അവന്തികെ ഇനി സച്ചി മാപ്പ് പറയണമെന്നുണ്ടോ എന്ന് സേതു ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവന്തിക പറയുന്നു. തുടർന്ന് സേതു പറയുകയാണ്, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനിരിക്കുകയായിരുന്നു. ഈ വർഷത്തെ ബിസിനസ് കോൺഫറൻസ് ഡൽഹിയിൽ വെച്ചാണ്. എല്ലാ വർഷത്തെയും പോലെ നീയും അവന്തികയും കൂടി പോയാൽ മതിയെന്ന് സേതു പറയുമ്പോൾ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന് അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ഇത്തവണ അവന്തിക ഏട്ടത്തി എൻ്റെ ഒപ്പം വരണ്ട. പിന്നെ നീ എന്താ ഒറ്റയ്ക്ക് പോകാൻ പോവാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അല്ല, ഞാനും അർച്ചനയും കൂടിയാ പോകുന്നത്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സച്ചി, അവിടെ പല പല ബിസിനസ്സുകാരാ വരുന്നത്. ലാപ്ടോപ്പ് പോലും ഓൺ ചെയ്യാൻ അറിയാത്ത അർച്ചനയും കൊണ്ടുപോയിട്ട് നീ എന്ത് ചെയ്യാനാ? കമ്പനിക്ക് കൂടി നാണക്കേടുണ്ടാക്കരുതെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ മീറ്റിങ്ങിന് പോകേണ്ടത്. കാര്യങ്ങളെല്ലാം നോക്കാൻ എനിക്കറിയാം. പിന്നെ അർച്ചനയെ ഞാൻ കൂടെ കൂട്ടുന്നെന്ന് മാത്രമേയും കാര്യങ്ങളെല്ലാം കണ്ടുപഠിക്കട്ടെ. അല്ല, കുറച്ച് നാളെ ഒരു സമയത്ത് അർച്ചന കമ്പനി നോക്കിക്കോളുമല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. എന്താണെങ്കിലും നിന്റേത് ഒരു നല്ല തീരുമാനം തന്നെയാ. വിവാഹം കഴിഞ്ഞ് നീ അർച്ചനയും ഒത്ത് എവിടെയും പോയിട്ടില്ലല്ലോ. ആദ്യ യാത്ര ഇതുതന്നെ ആകട്ടെ എന്ന് സേതു പറയുമ്പോൾ എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അവന്തികയും പറയുന്നു. തുടർന്ന് സച്ചിയും സേതുവും അവിടെ നിന്ന് പോയതിനു ശേഷം അർച്ചനയെ പരിഹസിക്കുകയാണ് അവന്തിക. കോൺഫറൻസിൽ പോകുമെന്നുള്ള പേടിയല്ലേ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ മുകളിലെത്തിയാലോ എന്നുള്ള ഭയമാ നിങ്ങൾക്കെന്നൊക്കെ അർച്ചനയും പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഇനി നിങ്ങളെക്കാൾ ഉയരത്തിൽ ഞാൻ എത്തും. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അർച്ചന അവന്തികയെ നോക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരമ്പരപ്പോടെ നിൽക്കുകയാണ് അവന്തിക. കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.